ജെൻസന്റെ സ്ഥിതി അത്യാസന്ന നിലയിലാണ് എന്ന് പറയാം. ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ വേണ്ടി മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. തുടർച്ചയായ രക്തസ്രാവം മൂക്കിനകത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റും ന്യൂറോ സർജറി ENT സർജറി എല്ലാവരും തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് പൂർണ്ണമായി നിയന്ത്രിക്കാനായിരുന്നില്ല. കൂടാതെ തലയോട്ടിനകത്തും ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് വെന്റിലേറ്ററും അതുകൂടാതെയുള്ള ഹീമോഡൈനാമിക് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള എല്ലാതരം സപ്പോർട്ടും കൊടുത്തുകൊണ്ടുപോലും ഹൃദയമിടിപ്പ് ആരോഗ്യകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം വിഷമതകളാണ്. ഷിഫ്റ്റിംഗ് ഒന്നും പോസിബിൾ അല്ലല്ലോ. ഷിഫ്റ്റിംഗ് ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഇന്നത് ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് എന്നൊരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. കൂടാതെ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇല്ലാത്തൊരു സൗകര്യം ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് അരമണിക്കൂർ പോലും പുറത്ത് യാത്ര ചെയ്യുന്നത് ICU ആംബുലൻസ് ആണെങ്കിൽ പോലും അത് അഡ്വൈസബിൾ അല്ല, അതിപ്പോൾ നിർദ്ദേശിക്കാവുന്നതല്ല തന്നെ.